അവാർഡോ? ആ കർഷകശ്രീ അവാർഡ്. കർഷകശ്രീയോ? ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു മണ്ണിനെ പോലും കൈകൊണ്ട് തൊടാത്ത എനിക്ക് കർഷകശ്രീ അവാർഡോ? അയ്യേ, ദാസേട്ടനല്ല ദേവേട്ടന്. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. തീപ്പരി പ്രസംഗം പ്രതീക്ഷിച്ചിട്ടാ പ്രസംഗം വെച്ച് കാച്ചത് കയ്യടിയിൽ പൂരായിരുന്നു. അല്ല, മർമ്മത്ത് കൊള്ളണ അടിയായിരുന്നിരിക്കും. സമയം കിട്ടിയില്ല. ആഗ്രഹം ഉണ്ടായിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടല്ലോ അണ്ണന്, അല്ല അണ്ണ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അത് ഇതുപോലെ ആയിപ്പോയി എന്നുള്ളത്. പെരയുടെ ബോഡി ഗാർഡായിട്ട് പാറാട്ടിന്റെ ബോഡി ഗാർഡായിട്ട് നടക്കണം പോരാ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യം. ഡബിളാ ഡബിള്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ഇതൊരു വരവ് ചോദ്യങ്ങൾ ചോദിച്ചു. ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. എന്നാലും ഇനി അടുത്തത് പത്മശ്രീ ആണെന്ന് മേടിക്കാൻ പോണത്. ഇനി അവാർഡ് മേടിക്കണം എന്നെ വിളിച്ചേക്കരുത്. ഇത് തന്നെ നിങ്ങൾ നിർബന്ധിച്ചോണ്ടാ ഞാൻ വന്നത്. എല്ലാരും ഫ്രണ്ട്സ് ആണല്ലോ, കയ്യായിട്ട് ഒരുപാട് ട്രോൾ കിട്ടിയല്ല, എന്തെങ്കിലും പുള്ളി ഇറക്കിയല്ല. മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ പൊള്ളാച്ചി നിങ്ങൾ വരണം. ഇപ്പൊ അവിടെ കാണണ്ടാവും ഇതല്ല. ഇനി അടുത്ത പുള്ളി പ്ലാൻ ചെയ്യുന്നത്. സൂര്യദാസ് എന്ന് പറഞ്ഞവൻ ഈ സമയത്ത് തന്നെ അവാർഡ് കൊടുക്കാൻ തോന്നിയവൻ എന്റെ കൈ കിട്ടിയത് ഞാൻ കുത്തിയാൻ. അത് പോട്ടെ, ഇന്നോവ കാറിലാണ് മേഴ്സിഡസ് ബെൻസിലേക്ക് വരില്ല. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ല. കാണിച്ചേ. ആദരവ് സന്തോഷ് വർക്കി ബ്രാക്കറ്റിലാണ്. പക്ഷെ ഈ ഫോട്ടോ ശരിയായില്ല കേട്ടോ. സ്ട്രേറ്റിലുള്ള ഫോട്ടോ എടുക്കുകയും. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ അല്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല, ഇയാൾ എന്റെ കൂടെ നടന്ന ആരും എന്നെ അടിക്കില്ല. അതങ്ങനെ ഉറപ്പുണ്ട്. എല്ലാവർക്കും പേടി എന്റെ പുള്ളിയാണ്. പക്ഷെ പുള്ളിനെ കൈയിട്ടിയ പുള്ളിയും പേടിക്കും. അതാണ് ചോദ്യങ്ങൾ പ്രശ്നമുള്ള ചോദ്യങ്ങളാണ്. ഞാൻ പഴയ കളരിയാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ പഴയ കളരിയാ. ഇടതു മാറി വലതു മാറി അറിയാലോ അണ്ണ? അറിയില്ല. ആരൊക്കെ വന്ന ആദ്യം ഓർഡർ പുള്ളിയായിരിക്കും. ഓ, നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അന്ന് അടി വന്നപ്പോ ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു.